നമസ്തേ. ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ആസന ഫോർ ഇമോഷണൽ റിലീസ്. നമ്മുടെ ശരീരത്തിലെ 3 ഭാഗങ്ങളിലായിട്ടാണ് നമ്മളുടെ ഇമോഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. പെൽവിക് റീജിയൻ, ഹാർട്ട്, പിന്നെ നെക്ക് ആൻഡ് ഷോൾഡർ. ഈ ഒരു 3 ഭാഗത്താണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ ഇമോഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. 3 ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആസനാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാർട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ആസനാസ് ആണ്. മെയിനായിട്ട് നമ്മളുടെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുക, ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യുക, ലോൺലിനെസ്, സാഡ്നെസ്, പെയിൻ. ഈ ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ് മെയിനായിട്ട് നമ്മളുടെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലീസ് ചെയ്യാനുള്ള ഏതൊക്കെ ആസനാസ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസന. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കമിഴ്ന്ന് കിടക്കുക. നമ്മൾ 2 കൈയും ചെസ്റ്റ് ലെവലിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ചെസ്റ്റ് പതുക്കെ ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. പതുക്കെ ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. മാക്സിമം നമ്മളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ 2 കൈകളും ഫ്രണ്ടിൽ വെച്ചിട്ട്, ഇതാണ് മകരാസന, റിലാക്സിങ് പോസ്. ഇനി അടുത്ത ആസന ശലഭാസന. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 2 കൈകളും ഫ്രണ്ടിൽ നീട്ടി വെക്കുക. ഓക്കെ, ഇനി ബ്രീത്ത് ഇൻ ചെയ്ത് 2 കൈയും 2 കാലും ലിഫ്റ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ നമ്മളുടെ കാല് പൊക്കാതെ 2 കൈകളും ചെസ്റ്റും മാത്രം ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് then റിലാക്സ്. അടുത്ത ആസന എന്ന് പറയുന്നത് ശാലംബ ഭുജംഗാസന. ഇപ്പോൾ താഴെ സപ്പോർട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ ശ്വാസം എടുത്ത് ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഈ ഒരു പോസിൽ നമ്മൾ ശ്വാസം എടുത്ത് വിടുക. നമ്മുടെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് റിലാക്സ് യുവർ ടെൻഷൻസ്. നമ്മുടെ ഇമോഷൻസൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, റിലാക്സ്. ഇനി അടുത്ത ആസന ധനുരാസന. കാലുകൾ ചേർത്ത് വെക്കുക. കൈകൾ ചേർത്ത് ഫ്രണ്ടിൽ നീട്ടി വെച്ച് 2 കൈകൾ കൊണ്ടും നമ്മളുടെ 2 കാലിൻ്റെ ആംഗിളിൽ സപ്പോർട്ട് ചെയ്യുക. ബാക്ക് പെയിൻ ഉള്ളവർ ഈ ഒരു ആസന സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. കാലും ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട്. ഇനി ധനുരാസനത്തിൻ്റെ കൗണ്ടർ പോസാണ് അധോമുഖ വീരാസന. അതിന് 2 കൈയും സ്ട്രെച്ച് ചെയ്യുക. ചൈൽഡ് പോസ് എന്ന് പറയും. നമ്മൾ 2 കൈയും ഫ്രണ്ടിലേക്ക് നീട്ടി വെച്ച് ഫുൾ റിലാക്സ് ചെയ്തുകൊണ്ട് കിടക്കുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നമ്മളുടെ ഹാർട്ടിലെ എല്ലാ ഇമോഷൻസും റിലാക്സ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. റിലാക്സ് യുവർ ബോഡി. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക് ഏരിയ മസിൽസിനെയാണ്. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് മെയിനായിട്ടും സ്റ്റോർ ചെയ്യുന്നത് നമ്മളുടെ പെൽവിക് മസിൽസിനാണ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗിൽട്ട്, ഷെയിം, അതേപോലെ തന്നെ സെൽഫ് ഡൗട്ട്, സെൽഫ് ബ്ലെയിം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ടും സ്റ്റോർ ചെയ്യുന്നത് നമ്മളുടെ പെൽവിക് മസിൽസിനാണ്. ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള ആസനാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്ലാങ്കിൽ നിൽക്കുക, പലകാസന. ഇനി റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് മാക്സിമം കയറ്റി വെച്ച് ലെഫ്റ്റ് നീ ബെൻഡ് ചെയ്ത് കൊടുക്കുക. താഴെ സപ്പോർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട്
റൈറ്റ് ലെഗിനെ പതുക്കെ പുഷ് ചെയ്യുക. നമ്മുടെ പെൽവിക് ഏരിയ സ്ട്രെച്ച് ആവുന്നത് ഫീൽ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, റിലാക്സ്. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക നല്ലോണം. റിലാക്സ്. കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എൽബോവും താഴെ സപ്പോർട്ട് ചെയ്തിട്ട് കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. പെൽവിക് മസിൽസ് ഫീൽ ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. മലാസന നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഹൈ പ്ലാങ്കിൽ തന്നെ ഒന്നില്ലെങ്കിൽ ജമ്പ് ചെയ്ത് വരാം. കാല് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ബോഡി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോൾഡറിൻ്റെയും എൽബോൻ്റെയും ഇടയിലായിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ കാലിൽ ടച്ച് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ പെൽവിക് മസിൽസ് മൂലാധാര ചക്ര ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ശ്വാസം എടുത്ത് വിടുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഉപവിഷ്ട കോണാസന. കാല് മടക്കി 2 കൈകൾ കൊണ്ടും കാലിൻ്റെ തമ്പിൽ ഹോൾഡ് ചെയ്യുക. പതുക്കെ ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ. നമ്മുടെ ഹിപ്പിൻ്റെയും ടെയിൽ ബോണിൻ്റെയും ഇടയിലായിട്ട് ഹോൾഡ് ചെയ്യുക. ഇത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വാളിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാം. മാക്സിമം നമ്മുടെ പെൽവിക് ഏരിയ ഫീൽ ചെയ്ത് റിലാക്സ് ചെയ്യുക. സ്പൈൻ സ്ട്രെയിറ്റ് ആൻഡ് റിലാക്സ്. ഇനി നമ്മളുടെ 2 കൈകളും ബാക്കിൽ നമ്മളുടെ 2 എൽബോ താഴെ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് വെക്കുക. കാല് 2ഉം മടക്കി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹിപ്പ് മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പെൽവിക് ഏരിയ റിലാക്സ് ചെയ്ത് കൊടുക്കുക. റിലാക്സ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കാല് 2 സൈഡിലേക്കായിട്ട് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്ത് കിടക്കുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലെറ്റ് ഇറ്റ് ഗോ. റിലാക്സ് യുവർ ബോഡി. നമ്മുടെ പെൽവിക് മസിൽസ് റിലാക്സ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് റിലാക്സ്. നമ്മൾ അടുത്തത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നെക്ക് അല്ലെങ്കിൽ ഷോൾഡർ പാർട്ടാണ്. ഇത് മെയിനായിട്ടും ഈ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് സ്ട്രെസ്, വെറീസ്, ടെൻഷൻ, അതേപോലെ തന്നെ ബേർഡൻ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടുന്ന സമയത്ത് ആ ഒരു ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ നെക്ക് അല്ലെങ്കിൽ ഷോൾഡർ ഭാഗത്താണ്. അപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നട്ടൽ നിവർന്നിരിക്കുക. ദെൻ നമ്മളുടെ കൈ റൈറ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ചെവിയിൽ പിടിച്ച് നല്ലോണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ താഴ്ത്തി ഈ ഒരു ഭാഗം നന്നായിട്ട് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്ത് വിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യുക ആ ഫീല്. ജസ്റ്റ് റിലാക്സ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. നമ്മളുടെ ചെവിയിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കഴുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. Just relax your tensions. Normal breathe in and breathe out.
ജസ്റ്റ് റിലാക്സ്. രണ്ട് കൈയും നമ്മുടെ നീല് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പതുക്കെ റൊട്ടേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ, കഴുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. എല്ലാ ഭാഗങ്ങളും പതുക്കെ ബ്രീത്ത് ഇൻ, സ്ട്രെച്ച്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, കഴുത്ത് നന്നായിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ബ്രീത്ത് ഔട്ട്, ചിൻ ഡൗൺ. ബ്രീത്ത് ഇൻ, ഓപ്പോസിറ്റ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബോഡി മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക. ജസ്റ്റ് റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ മൈൻഡ്. ഓക്കെ, പതുക്കെ റൈറ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്യുക മുകളിലോട്ട്. മാക്സിമം കൈ റീച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. സൈഡിൽ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. ജസ്റ്റ് റിലാക്സ്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇൻഹേൽ, എക്സേൽ. ഓപ്പോസിറ്റ് സൈഡ്. ഇൻഹേൽ, കൈ ലിഫ്റ്റ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. Breathe in and breathe out. Breathe in, breathe out. Relax. റൈറ്റ് ഹാൻഡ് മേലേക്ക് ലിഫ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ട്വിസ്റ്റ് ചെയ്യുക, ദെൻ ടച്ച് ചെയ്യുക. രണ്ട് കൈയും ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. ഇത് നമ്മളുടെ ഷോൾഡർ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഷോൾഡർ ഓപ്പണിങ്ങിന് നല്ലൊരു എക്സസൈസാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓപ്പോസിറ്റ് സൈഡ്. ബ്രീത്ത് ഔട്ട്. നിങ്ങൾക്കിങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഷോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാൻഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ടാപ്പിംഗ് എക്സസൈസാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ ഫോർഹെഡ് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മളുടെ ടെൻഷൻസൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. നമുക്കുള്ള ഇമോഷൻസ്, സ്ട്രെസ് എല്ലാം റിലാക്സ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് മൈൽഡായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോർഹെഡ് ടാപ്പ് ചെയ്യുക. പതുക്കെ നമ്മുടെ ഐബ്രോസ് പതുക്കെ ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഹെഡിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഇമോഷൻസൊക്കെ റിലാക്സ് ആവുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ചെവിയുടെ ബാക്കിൽ, ബാക്ക് സൈഡ്, കഴുത്തിൻ്റെ ഭാഗം, സൈഡ്, കോളർ ബോൺ. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. ജസ്റ്റ് റിലാക്സ്. Just hug yourself and say thank you to your body. Just relax your tensions and emotions. Be happy and be grateful to your body. Thank you. Thank you. Thank you.